സംസ്ഥാനത്തെ അപ്രതീക്ഷിത മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ട റാന്നിയാണ്. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയാണ്. റാന്നി വടശ്ശേരിക്കര റോഡ് പൂർണ്ണമായി മുങ്ങി. റാന്നി ടൗണിലെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആ മേഖലയിലാകെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ വീടിന്റെ മുകൾ നിലയിലും മറ്റും അഭയം പ്രാപിച്ചവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പമ്പയിലെ അരയാനിലിമണ്ണ് കോസ്വേ മുങ്ങിയ അവസ്ഥയിലാണ്. വളരെ പെട്ടെന്നായിരുന്നു ഇവിടെ വെള്ളം കയറിയത്. ടൗണിലെ കടകളിലെല്ലാം വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല വീടുകളിലും ആളുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വെള്ളം കയറിയ റാന്നി ടൗണിൻ്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ആളുകളെ ഡിങ്കി ബോട്ടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ ഡിങ്കി ബോട്ടുകൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടവഞ്ചി അടക്കം കൊല്ലം ജില്ലയിൽ നിന്നടക്കം ബോട്ടുകളൊക്കെ എത്തിക്കുമെന്നുള്ള വിവരമായിരുന്നു നമ്മുടെ പ്രതിനിധി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് പങ്കുവച്ചത്. ഗോകുലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകാം. ഗോകുൽ രമേശ്, ഇപ്പോൾ NDRF സംഘം അവിടെ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? നേരത്തെ സ്ത്രീകളടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചിരുന്നു. അവരെ രക്ഷപ്പെടുത്താനായോ? വെള്ളക്കെട്ട് കുറയാനുള്ള എന്തെങ്കിലും മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം ഇനി എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മഴ സാഹചര്യം? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുന്നറിയിപ്പാണ് ഗോകുലെ നമുക്ക് ലഭിക്കുന്നത്? ശ്രീ, രാവിലെ മുതൽ മഴയൊന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. അതായത് രാത്രി പെയ്തതുപോലെയുള്ള കനത്ത മഴ രാവിലെ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. മഴ വീണ്ടും തുടരുകയായിരുന്നെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ളൊരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമായിരുന്നു. എന്തായാലും അതിന് ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ നിൽക്കുന്ന വെള്ളം കാര്യമായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ചില ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ റാന്നി ഒരു നിമിഷം ഒന്ന് തുടരുക. ഇപ്പോൾ മലപ്പുറം കൈനോട് വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ള വിവരം ശിവദാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 വീടുകളുടെ മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഒരു വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീണു. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. നിലവിൽ ആശ്വാസകരമായ കാര്യം പരിക്ക് ഗുരുതരമല്ല എന്നതാണ്. കൈനോട് സ്വദേശി ഉമേബയ്ക്കാണ് പരിക്കേറ്റത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്തുടനീളം മഴക്കെടുതി രൂക്ഷമാകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. ഗൂഗിൾ തുടരാം. എങ്ങനെയാണ് അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? അശ്വതി, നമ്മളിപ്പോൾ കാണുന്നത് ഈ റാന്നി ഭാഗത്തേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിച്ചിരിക്കുകയാണ്. ആ ബോട്ടുകൾ എയർ നിറയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഒരു ഡിങ്കി ബോട്ടും അതോടൊപ്പം തന്നെ ഒരു സാധാരണ ബോട്ടും മാത്രമാണ് ഇത്രയും നേരമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ചെറിയ താമസമൊക്കെ നേരിട്ടിരുന്നു. ഒരേ സമയം കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കരയ്ക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. വളരെ 3-4 പേരെ മാത്രമാണ് ഒരേ സമയം ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് സമയതാമസം നേരിട്ടുകൊണ്ടിരുന്നു. എന്തായാലും കൂടുതൽ ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ആ ബോട്ടുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൊല്ലത്ത് നിന്ന് മറ്റ് 2 ബോട്ടുകൾ കൂടി എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടവിയിൽ നിന്നും കുട്ടവഞ്ചികൾ കൂടി എത്തിക്കും. ആ കുട്ടവഞ്ചികൾ കൂടി എത്തിക്കുമ്പോൾ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക്, ചെറിയ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും, പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് റാന്നി MLA പഴകുളം അത് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ ഇത്രയും മണിക്കൂറുകളായി 6 മണിയോളം മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. 10 മണി പിന്നിടുന്നു. എങ്കിൽ പോലും ഇനിയും ആളുകളെ രക്ഷിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ടെന്നുള്ളതാണ് ഈ കരയ്ക്ക് വരുന്ന ആളുകൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ അവരെ കൂടെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വെള്ളം കാര്യമായിട്ട് ഇറങ്ങി തുടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ റാന്നിയിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും അത് വീണ്ടും ആശങ്ക തന്നെയാണ്. അതായത് അത് ഒഴുകിയെത്തുന്നത് ബാക്കി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ്. ആറന്മുള പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ വെള്ളം കാരണമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ അവിടെ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ വെള്ളക്കെട്ട് അടക്കം ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഉള്ള ആളുകളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആറന്മുള മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്മുള വള്ളംകളിയും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിലടക്കം ക്രമീകരണം എത്തണം. ഒപ്പം ശബരിമലയിൽ അടുത്ത ദിവസം നിറപുത്തരി ചടങ്ങ് നടക്കുവാനായിട്ടിരിക്കുന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ബോട്ട് അവരിപ്പോൾ എയർ നിറച്ച് പൂർണ്ണമായിട്ടും അത് ഉള്ളിലേക്ക് പോവുകയാണ്. ഉൾപ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ
ബോട്ടിലുണ്ട്. ഒരേ സമയം ഒരു 4-5 പേരെ കൂടി ഈ ബോട്ടിൽ നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള അധികൃതരെല്ലാം തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ബോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കൂടുതൽ ബോട്ടുകൾ എത്തിക്കുമെന്ന് MLA അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ബോട്ട് കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും ഇനി കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കും എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. എന്തായാലും കൂടുതൽ ആളുകളെ കരക്കെത്തിക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം ഇപ്പോഴും അപ്പുറത്തൊക്കെ തന്നെ ഈ ഒരാൾ പൊക്കത്തിലും അതിന് മുകളിലുമൊക്കെ വെള്ളം തുടരുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വീടുകൾക്കുള്ളിലൊക്കെ ഒരു നില പൂർണ്ണമായിട്ടും വെള്ളം മുങ്ങിയ സാഹചര്യമുണ്ട്. മുകളിലത്തെ നിലയിലേക്കൊക്കെ ആളുകൾ മാറി നിൽക്കുകയാണ്, അവിടേക്ക് കയറിയിരിക്കുകയാണ്. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. രാവിലെ ഈ വാർത്ത കേട്ട് കടകളിലെ സാധനങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടി വന്ന വ്യാപാരികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അവരെ കൂടി രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ ബോട്ടുകൾ ഇപ്പോൾ 2 ഡിങ്കി ബോട്ടുകൾ അതോടൊപ്പം തന്നെ ഒരു സാധാ ബോട്ടുകളുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഈ കുട്ടവഞ്ചികൾ കൂടി എത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ശബരിമലയിലെ കാര്യമാണ്. ശബരിമലയിൽ നാളെ നട തുറക്കാനിരിക്കുകയാണ്. മറ്റന്നാൾ നിറപുത്തരി ചടങ്ങ് കൂടി ശബരിമലയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ആ നിറപുത്തരി ചടങ്ങുകൾ പമ്പയിൽ ഇങ്ങനെ ജലനിരപ്പ് കൂടിയിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ, ഭക്തർക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പള്ളിയോടങ്ങൾക്ക് പമ്പയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പമ്പാ നദിയിൽ ഇന്നത്തെ ദിവസം പള്ളിയോടങ്ങൾ ഒന്നും ഇറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുകയാണ്. വള്ളസദ്യ ചടങ്ങ് മാത്രമായിട്ടായിരിക്കും ഇന്ന് നടക്കുന്നുണ്ടാവുക എന്നും നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇന്നിപ്പോൾ അധികം മഴ പെയ്തില്ല, വെള്ളം ഇറങ്ങുകയാണെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വള്ളസദ്യയ്ക്ക് അടക്കം ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രതിനിധികൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ 2 ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ചിറ്റാറിലും കോന്നി ഭാഗത്തുമാണ്. 2 മുൾവനത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആളപായങ്ങളൊന്നും ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. പ്രത്യേകിച്ച് രാവിലെ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ളതൊരു മലയിടിച്ചിലായിരുന്നു, അതൊരു ഉരുൾപൊട്ടലായിരുന്നില്ല എന്നുള്ളതും ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. തണ്ണിത്തോടുണ്ടായത്. എന്തായാലും ബാക്കി 2 സ്ഥലങ്ങളിൽ ചിറ്റാറും കോന്നിയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കളക്ടർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ജില്ലയിലെ നിലവിലത്തെ സാഹചര്യങ്ങൾ. രക്ഷാപ്രവർത്തനങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 2018 ഒരു മഹാപ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് റാന്നി കോന്നി മേഖലകളെയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ളൊരു രീതിയിലേക്ക് വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കുകയാണ് പത്തനംതിട്ട റാന്നിയിൽ മാത്രമല്ല, റാന്നിയിലാണ് ഇത്രയും അധികം ആഘാതങ്ങൾ ഉണ്ടായതെങ്കിൽ പോലും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായിട്ടും താറുമാറായിട്ടുണ്ട്. വൈദ്യുതി ബന്ധങ്ങൾ താറുമാറായിട്ടുണ്ട്. ഒപ്പം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മണിയാർ ഡാമിന് സമീപം ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയി, ഒരു വീട് ഭാഗികമായിട്ട് തകർന്നു. അങ്ങനെയുള്ള ചില നാശനഷ്ടങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നാശനഷ്ടങ്ങളുടെ ഒന്നും കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഒരു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വെള്ളം കയറി നല്ല തുകയുടെ സാധന സാമഗ്രികൾ നശിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജ്വല്ലറികളിൽ, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ, അതോടൊപ്പം തന്നെ ഫാർമസികളിലുമൊക്കെ വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ നഷ്ടമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളൊക്കെ ഇപ്പം ചേട്ടാ പോലെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് അക്കരയ്ക്ക് പോകുന്നൊരു ചേട്ടനാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചേട്ടാ അങ്ങ് പോകണം. അപ്പോൾ അവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അവർ 2 കൂട്ടർ കിടപ്പുണ്ട്. വീട്ടിലാണോ? വീട്ടിലാണ്. അപ്പോൾ അവർക്ക് മെഡിസിൻ കൊടുക്കാൻ വേണ്ടി അപ്പം നടന്നു പോകാൻ ഒക്കുകയല്ലോ. പ്രായമായവരാണോ? പ്രായമായവരൊക്കെയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇല്ല അവർക്ക് ഇത് മെഡിസിൻ അങ്ങോട്ട് കൊടുക്കാനാണ്. ബോട്ട് വന്നായിരുന്നു അങ്ങോട്ട് കൊടുക്കാമായിരുന്നു. അവിടെ സേഫ്? വീട്ടിൽ സേഫാണ്. 2 നിലയുള്ളതാണോ അതോ എങ്ങനെ? ഒരു 2 നിലയുള്ളതാണ്. ഉള്ളാണ്ടിരിക്കും. താഴത്തെ നിലയിലൊക്കെ വെള്ളം ഇല്ല, താഴത്തെ വെള്ളം കയറിയില്ല, തുടങ്ങിയിട്ടില്ല. ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതുകൊണ്ട് കൊടുക്കാനുള്ളതായിരുന്നു. രാവിലെ വന്നതാണ്. ഒത്തിരി ആൾക്കാർ കുടുങ്ങി കിടപ്പുണ്ട്. അതുകൊണ്ടുണ്ട് അവിടെ കൊണ്ട് പ്രദേശത്ത് 2-3 കൂട്ടരുണ്ട്. കാര്യം ഈ ഭക്ഷണമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണോ? അതെ. അപ്പം ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടോ അതോ? നടക്കത്തില്ല ഈ സമയത്ത്. MLA തന്നെ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. ഇപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ എത്തിച്ചേരാൻ പാടായിരിക്കും. എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. പറയും, പക്ഷേ വരണം, സമയം എടുക്കുമായിരിക്കും. അത് തന്നെയാണ്. എന്തായാലും ചേട്ടൻ എങ്ങനെ പോകുന്നു? ഇനി വണ്ടി ബോട്ട് വരുമോ ഇങ്ങോട്ട് കൊടുക്കാൻ? അവരിനി ആളെ അവിടുന്ന് എടുത്തിട്ട് ആളെ കൊണ്ടേ വരത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ നീന്തി കയറി വരാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങോട്ടും കൊണ്ട് എത്തിച്ചാൽ മതി.
എന്തായാലും ചേട്ടൻ്റെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ദുഷ്കരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്നുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ അല്ലേ കേട്ടോ അവിടെ? സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ അവർ പെട്ടിരിക്കുകയാണ്. അതായത് അവരുടെ വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ പോലും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. വീടിന് ചുറ്റുപാടും വെള്ളമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ അവിടെ നിന്നും വരുന്നത് വളരെ ആശങ്കാജനകമായ വിവരങ്ങളാണ്. പ്രായമായവരടക്കം കുട്ടികളടക്കം വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റാന്നിയും കോന്നിയും ഒക്കെ നമുക്കറിയാം 2018 പ്രളയം ഏറ്റവും കൂടുതൽ വിഴുങ്ങിയ 2 സ്ഥലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും കോന്നിയും. 2026 കൃത്യം 8 വർഷം പിന്നിടുമ്പോൾ സ്ഥിതി മറ്റൊന്നല്ല. ഒരു പ്രളയസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ് എന്നാണ് പഴകുളം മധു MLA നമ്മളോട് പറഞ്ഞത്. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പയാറിലെ മണലും ചെളിയും ഒക്കെ നീക്കം ചെയ്യണം. പ്രളയം കൊണ്ട് ഒന്നും പഠിച്ചില്ല. അനധികൃത മണ്ണ് ഖനനം നിരോധിക്കണം. ഡാമുകളിലെ ചെളി നീക്കം ചെയ്യണം. മുഖ്യമന്ത്രി അടക്കം കൃത്യമായി ഇടപെടുന്നുണ്ട്. കുട്ടവഞ്ചി അടക്കം എത്തിക്കുമെന്നുള്ള വിവരവും പഴകുളം മധു MLA നേരത്തെ ജനം TVയോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ റാന്നിയിൽ നിന്നും ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.